അമ്പലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 5 ബിയിലാണ് എൻ്റെ ക്ലാസ്. എൻ്റെ പേര് നിവേദ് കൃഷ്ണ പി എന്നാണ്. ഈ ആനന്ദാശ്രമത്തിലേക്ക് വന്നതിലൂടെ എനിക്ക് പല ഈ രസകരമായ അനുഭവങ്ങളുണ്ടായി. ഒന്നാമത് മാഷ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഈ ക്ലാസ്സിലൂടെയൊക്കെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും മറ്റുള്ളവരുടെ സമാധാനവും ഈ സന്തോഷവും നമ്മൾ കാണണം. കൂടാതെ നമ്മളെ സന്തോഷവും സമാധാനവും നമ്മൾ കൂടാതെ മറ്റുള്ളവരെ സമാധാനം ഈ സന്തോഷം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. സമ്പൽത്ര സ്കൂളിലെ 6ാം ക്ലാസ്സിലെ ഒരു കുട്ടിയാണ്. എൻ്റെ പേര് ദേവാർത്തിക. ഈ ആനന്ദാശ്രമത്തിലേക്ക് വന്നതിലൂടെ പല ക്ലാസ്സുകൾ എനിക്ക് ലഭിച്ചു. ഫസ്റ്റ് ഫോട്ടോ ഗാലറിയിലേക്ക് പോയി. അതിലൂടെ പുതിയ പല അനുഭവങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷ് നല്ല ക്ലാസ് എടുത്തു തന്നു. ആ ക്ലാസ്സിൽ നമ്മളെ സന്തോഷവും സമാധാനവും മാത്രം നോക്കിക്കൂടാ, മറ്റുള്ളവരുടെ സന്തോഷവും കൂടി നമ്മൾ കണ്ടെത്തണമെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ അച്ഛനോടും അമ്മയോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും എല്ലാവരോടും നല്ല പെരുമാറ്റശീലം വളർത്തണമെന്ന് എല്ലാ കാര്യവും മനസ്സിലായി. ഈ ആനന്ദാശ്രമത്തിലേക്ക് വന്നതിലൂടെ നമുക്ക് നല്ല പുതിയ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായൊരു സ്ഥലമല്ല. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലോകമെമ്പാടും പേരും പ്രശസ്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് ആനന്ദാശ്രമം. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫാമിലിയായിട്ട് ഇവിടെ വരികയും ഇവിടുത്തെ എൻ്റെ ഭർത്താവ് ഒരു തബലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭജനകളിൽ പങ്കെടുക്കാറും ഉള്ളതാണ്. നല്ല പരിചയമുള്ള ഒരു സ്ഥലം തന്നെയാണ്. എങ്കിലും ഇന്ന് കുട്ടികളെയും കൂട്ടി ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഏറെ ആകർഷണീയമായി തോന്നിയത് ഇവിടുത്തെ പ്രകൃതിപരമായ ചുറ്റുപാടുകൾ, ഇവിടുത്തെ വലിയ വൃക്ഷങ്ങൾ അവർക്ക് സമ്മാനിക്കുന്ന ഈ ശീതളിമ, അതുപോലെ തന്നെ ഇവിടുത്തെ ശാന്തത ഒക്കെ അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകൾ വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഉള്ളിലേക്ക് തന്നെ ഒരു ആത്മപരിശോധന നടത്താനും സ്വയം പരിശോധിച്ച് അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തെയും പരിഗണനയും ഒക്കെ തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ കടമകൾ അവർ വീട്ടിലായാലും സ്കൂളിലായാലും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴായാലും അവർ കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട അവരുടെ കടമകളെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായാലും ഈ ഒരു യാത്ര അനാഥാശ്രമത്തിലേക്കുള്ള ഈ സന്ദർശനം കുട്ടികൾക്ക് എന്നെന്നും അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള നല്ലൊരു അനുഭവം തന്നെയാണ്. നല്ലൊരു ക്യാമ്പായിരുന്നു. ക്യാമ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു രാവിലെ മുതൽ തുടങ്ങി ഒരു സെഷൻ. അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് ശ്രീധരൻ സാറിൻ്റെ ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളും കാലാകാലങ്ങളായിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്, കുട്ടികളോട് പറയുന്നുണ്ട്. അപ്പോൾ പറയുമ്പോൾ അവർക്കൊരു മടിയാണ്. അപ്പോൾ നമുക്കും അറിയില്ല ഇതിൻ്റെ വലിയൊരു കഥ, ഒരു സംഭവം. അപ്പോൾ ആ ഒരു സൂര്യൻ്റെ തേജസ്സിൻ്റെ ഇത് നല്ല രസകരമായിട്ട് തോന്നി. അത് എന്തായാലും അത് കുട്ടികൾക്കൊരു വിഷമില്ലാത്ത രീതിയിൽ അവർക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇത് സെലക്ട് ചെയ്ത കുട്ടികളാണ് വന്നത്. അപ്പോൾ അവരിലൂടെ ബാക്കിയുള്ള സ്കൂളിലേക്ക് ഇത് പ്രസരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിന് ആനന്ദാശ്രമത്തിനും അതുപോലെ തന്നെ സമ്പൽത്ര സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കും. ಇನ್ನೊಂದು ಅಯಲ್ವಾಸಿಗಳಿಗೆ ನೆಡಾನ್ ಕೊಡ್ಕണം. ഇത് കണ്ണുക്ക് നല്ലത്. വലുതായ ശേഷം ഇതിന്റെ ഇലയെ ബറവാക്കിട്ട് കഴിക്കണം പറയണം. കേരളക്കാർക്ക് കണ്ണിന്റെ പ്രശ്നം അധികം വരുന്നുണ്ട്. എന്തായാലും പറഞ്ഞാൽ ಅವರು ಇದು ಕೀರೆಲ್ಲ കഴിക്കുന്നില്ല, മനസ്സിലായ? അപ്പോൾ ഇത് പോയിട്ട് നെട്ടിട്ട് വെളുന്ന ശേഷം അതിന്റെ ഇലയുടെ ബറവാക്കിട്ട് കഴിക്കണം, മനസ്സിലായ? കണ്ണുക്ക് നല്ലത്. കേരളക്കാരും ഇതെല്ലാം കമ്മി കഴിക്കുന്നത് കൊണ്ട് കണ്ണിന്റെ പ്രശ്നം അധികം വരുന്നുണ്ട്, മനസ്സിലായ? നമുക്ക് സന്തോഷം കിട്ടും, മനസ്സിലായ? കറക്റ്റ് ടൈമಲ್ಲಿ ബസ് വന്നാലേ സന്തോഷം കിട്ടും. നല്ല ആൾക്കാർ വന്നാലേ സന്തോഷം കിട്ടും. ആരെങ്കിലും നീ ചെയ്തത് നല്ലത് പറഞ്ഞാലേ സന്തോഷം കിട്ടും. ഏതോ ഒരു അറിയാതെ ചെറിയ കുട്ടി ചിരിച്ചാലേ സന്തോഷം കിട്ടും. അങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സന്തോഷം കിട്ടും അത് എഴുതണം. 3 മിനിറ്റ് തരും. 3 മിനിറ്റಲ್ಲಿ ഏത് ഗ്രൂപ്പ് ಜಾಸ್ತಿ ಪಾಯಿಂಟ್ എഴുതുന്നു ആ ഗ്രൂപ്പ് വിക്ടറി ഗ്രൂപ്പ്. ഓക്കേ, മനസ്സിലായ? എഴുതിയാലേ അത് അവരുടെ ജീവന വരും. അവരുടെ ജീവന എല്ലാം അതിൽ വരും, ഗൂഗിളಲ್ಲಿ വരും, മനസ്സിലായ? ಅವರು ഒരു മൈൻഡ് വിക്ടറി പറഞ്ഞിട്ട് വലിയ കമ്പനി ഫൗണ്ട് ചെയ്തു, വലിയ കമ്പനി ഉണ്ടാക്കി, മൾಟಿನ್ಯಾಷನಲ್ ಕಂಪನಿ. ಓಕೆ, ಅವರು IIT
കുട്ടികൾക്ക് അല്ല IIM കുട്ടികൾക്ക് ഒരു പ്രഭാഷണം തന്നു എത്രയോ കൊല്ലം മുമ്പേ 18 കൊല്ലം മുമ്പ് അത് ரொம்ப ഫേമസ് ആയി ഓക്കെ അവർ അച്ഛൻ പറ്റി അമ്മൻ പറ്റി പറയും ഓക്കെ അത് ഞാൻ ഇപ്പോൾ പറയും ഒരു അച്ഛൻ പറ്റി അമ്മയെ പറ്റി അവർ പേര് സുബ്രതോ ബക്ഷി അമ്മയുടെ പറ്റി ഞാൻ പറയും അത് നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് എഴുതണം മനസ്സിലായാ ഏത് ഗ്രൂപ്പ് ജാസ്തി പോയിന്റ് എഴുതുന്ന അത് വിന്നിംഗ് ഈ പ്രാവശ്യം നിങ്ങളല്ല നിങ്ങൾ ഇത് 3 ഗ്രൂപ്പ് അല്ല 3 2 3 5 നെക്സ്റ്റ് ആരും നോക്കാം അപ്പോൾ സുബ്രത ബക്ഷി ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല വെള്ളമില്ല ടാപ്പെല്ലാം ഉണ്ട് ടാപ്പിൽ വെള്ളം വരുന്നേ ഇല്ല കൊല്ലം ഫുള്ള് ടാപ്പിൽ വെള്ളം വരുന്നില്ല ചെറിയ ഗ്രാമ പിന്നെ അവർ അച്ഛൻ ഗവൺമെൻറ് ജോലിയിലുണ്ട് മനസ്സിലായാ അപ്പോൾ അവർക്ക് ഒരു ജീപ്പ് തരും ഗവൺമെൻറ് ജോലിക്കാർക്ക് എപ്പോഴും ജീപ്പ് തരും അവർക്ക് ഒരു ജീപ്പ് ഉണ്ട് ആ ജീപ്പ് ಅವರು ரொம்ப ദൂരം പോകണം പറഞ്ഞാൽ മാത്രം എടുക്കും ഓഫീസ് അടുത്തുണ്ട് അപ്പോൾ ഓഫീസിൽ പോകാൻ എടുക്കുന്നുണ്ട് ഓഫീസിൽ നെടുമിട്ട് പോകും നെടുമിട്ട് വരും പിന്നെ കുട്ടികൾ അവിടെ ഇരിക്കാൻ വിടില്ല ரொம்ப ദൂരം പോകുമ്പോൾ കുട്ടികൾ നമ്മൾ വരും പറഞ്ഞാലും വിടില്ല അത് ഓഫീസിക്ക് മാത്രം അങ്ങനെ പറയും അത് ലിമിറ്റ് ആകുമ്പോൾ മാത്രം കുട്ടികൾക്ക് ഇരിക്കാൻ വിടും മനസ്സിലായാ ഇതെല്ലാം ഓർമ്മ വെക്കണം എഴുതാൻ വേണ്ടി പിന്നെ പഠിക്കാനായിട്ട് എന്തുണ്ട് അത് പറയണം പിന്നെ ഇന്നൊന്ന് എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ആ ടൈമിൽ റേഡിയോ ഉണ്ട് അപ്പോൾ കുട്ടികളെല്ലാം പറയും അവരെല്ലാം റേഡിയോ ഉണ്ട് നമുക്ക് റേഡിയോ വേണം പറയും അപ്പോൾ അച്ഛൻ പറയും അവരെല്ലാം 5 മക്കൾ അപ്പോൾ അച്ഛൻ പറയും എനിക്ക് ഒരു റേഡിയോ അല്ല 5 റേഡിയോ ഉണ്ട് നിങ്ങളെല്ലാം ഓരോരോ റേഡിയോ മാത്രം ഉണ്ട് അങ്ങനെ പറയും മനസ്സിലായാ പിന്നെ എല്ലാവരും വീടാക്കുന്നുണ്ട് വേറെവരെല്ലാം അയൽവാസികൾ വീടാക്കുന്നു അച്ഛാ നമ്മൾ വീടാക്കാൻ പറയും ഇല്ല എനിക്ക് 5 വീട് ഉണ്ട് നിങ്ങളെല്ലാം എനിക്ക് ഒരു വീട് മാതിരി അങ്ങനെ പറയും മനസ്സിലായാ അപ്പോൾ അമ്മ അതേ ടൈപ്പ് അമ്മ ரொம்ப നല്ല ആള് അമ്മ എന്ത് ചെയ്യും അവർക്ക് വേഗം ട്രാൻസ്ഫർ ആകും ഒരു കൊല്ലം ഇവിടെ ഉണ്ട് പറഞ്ഞാൽ ഒരു കൊല്ലം ശേഷം ആദ്യം ഇന്നൊരു ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ആകും അപ്പോൾ അവർ അവിടെയും എല്ലാം നല്ലതായിട്ട് ചെടിയെല്ലാം നടുന്നുണ്ട് അയൽവാസികൾ പറയും എന്തിനീ ചെടി നടാൻ പോകും നിങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വരെ പോകും അത് പൂക്കുന്നവരെ നിങ്ങൾ ഉണ്ടാവില്ല എന്തിനീ ചെടി നടുന്ന് പറയും അവർ പറയും ഞാൻ പോകുന്ന സ്ഥലം സുന്ദരമായിട്ടുണ്ടാവണം വേറെ ആൾക്ക് നല്ലത് തോന്നണം അതിനാல ഇങ്ങനെ ചെയ്ത് കൊടുത്ത് മനസ്സിലാകുന്നുണ്ടല്ലോ ചെയ്യുന്നു പിന്നെ അവർക്ക് കണ്ണ് ലാസ്റ്റ് 32 കൊല്ലം കണ്ണ് കാണില്ല അമ്മയ്ക്ക് പക്ഷെ അവർ ലാസ്റ്റ് ദിവസം വരെ അവരുടെ തുണി അവരെന്നെ നെടുക്കുന്നത് അവരുടെ റൂം അവരെന്നെ ക്ലീൻ ആക്കും ഓക്കെ അല്ല മനസ്സിലാകുന്നുണ്ട് പിന്നെ അവർ അച്ഛൻക്ക് കൊല്ലത്തിൽ 2 പ്രാവശ്യം ഭ്രാന്താവും ഭ്രാന്ത് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ കുട്ടികളെല്ലാം പേടിക്കും അച്ഛനക്ക് ഭ്രാന്താവുമ്പോൾ അപ്പോൾ അമ്മ പേടിക്കില്ല അമ്മ പറയും ഇത് മാതിരി ശരീരക്ക് അസുഖം വരും അതേമാതിരി മനസ്സിക്ക് അസുഖം വരും അത് മരുന്ന് എടുത്ത ശേഷം ശരിയാവും അങ്ങനെ പറയും അപ്പോൾ കുട്ടികൾ പേടിക്കാത്ത മാതിരി ചെയ്യുന്നു മനസ്സിലായാ അവർ പേടിച്ചിട്ട് കുട്ടികൾക്ക് പേടിപ്പിക്കില്ല മനസ്സിലായാ അപ്പോൾ ഇത്ര നടുന്നത് നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് ഏതെല്ലാം പഠിക്കാനായിട്ടുണ്ട് അത് എഴുതണം മനസ്സിലായാ എന്താ മനസ്സിലായ പഠിക്കാനായിട്ട് ഏതുണ്ട് അത് ഇപ്പോൾ എഴുതണം തുടങ്ങ് 5 മിനിറ്റ് 5 മിനിറ്റ് അമ്മ പറ്റി പഠിക്കാനായിട്ട് എന്തുണ്ട് അതെല്ലാം എഴുതണം മാതൃകയായി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ അതിന്റെ പോയിന്റ് എന്തൊക്കെയാണ് അതെ ഇപ്പൊ മാഡം പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങളില്ലേ ആ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് മാതൃകയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ എന്തൊക്കെയാ അതിന്റെ പോയിന്റ്
ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾ പേടിക്കേണ്ട എന്ന് കരുതി അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നു. മരുന്ന് കൊടുത്താൽ അസുഖം മാറുമെന്ന് പറഞ്ഞ് അമ്മ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നു. അമ്മയുടെ ധൈര്യം കുട്ടികൾക്ക് ധൈര്യം കിട്ടുന്നു. അമ്മ പഠിപ്പിക്കുന്ന ധൈര്യം കുട്ടികളിലും ഉണ്ടാകും. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യശാലി. കുട്ടികളെ പേടിപ്പിക്കില്ല എന്ന ആത്മവിശ്വാസം. 32 കൊല്ലം കണ്ണ് കാണില്ലെങ്കിലും സ്വന്തമായി അലക്കുകയും റൂം വൃത്തിയാക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് പോയാലും പ്രകൃതി മനോഹരമാക്കണമെന്ന ആഗ്രഹം. ഇത് ആയപ്പോൾ കുട്ടികൾ പേടിച്ചു. പക്ഷെ അമ്മ പേടിച്ചില്ല. കാരണം മനസ്സ് നന്നായ എല്ലാ രോഗങ്ങളും മാറും. അമ്മ സ്ഥലം വിട്ടു പോകുമ്പോൾ അവിടെ ചെടി നടും. കാരണം താൻ പോകുന്ന സ്ഥലം ഭംഗിയായിരിക്കണം. അടുത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കണം. അവന്റെ വസ്ത്രം അലക്കണം. റൂം ക്ലീൻ ചെയ്യണം. ശരീരത്ത് രോഗം വരുന്നത് പോലെ തന്നെയാണ് മനസ്സിലും രോഗം വരുന്നത്. മറ്റുള്ളവർക്ക് എല്ലാം ഒരുപോലെ കൊടുക്കണം. ആരെയും വെറുക്കരുത്. എല്ലാ സ്ഥലവും സുന്ദരമാക്കണം. എല്ലാ വസ്തുക്കളും സൂക്ഷിക്കണം. ചെടികൾ നട്ടുപിടിച്ച് പ്രകൃതിയെ സംരക്ഷിക്കണം. രോഗങ്ങൾ ബാധിച്ചവരെ ചികിത്സിക്കണം. ഭ്രാന്ത് വരും. അമ്മ ഒരു നല്ല വ്യക്തിയായിരുന്നു. നാവ് രുചിക്കാൻ, കണ്ണ് കാണാൻ, പിന്നെ കേൾക്കാൻ, പിന്നെ കൈ തൊടാൻ, മൂക്ക് ശ്വസിക്കാൻ, ചെവി കേൾക്കാൻ. ഇത്രയൊക്കെ മതി. കുറച്ച് ഓർമ്മയില്ലായോ ധാരാളം. ഇത് കണ്ണ് കാണാനാണ്, ചെവി കേൾക്കാനാണ്, മൂക്ക് മണക്കാനാണ്. ഇത് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതിന് തന്നെയല്ലേ പ്രത്യേകം പറയേണ്ടതുണ്ട്. അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനൊരു സംശയം തോന്നിയില്ലേ? സംശയങ്ങൾ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കണം വിദ്യാർത്ഥികൾ. അപ്പോഴാണ് പുതിയ അറിവുകളിലേക്ക് നമുക്ക് പോകാനാവുക. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്തിനാണ്? കണ്ണ് കാണാനാണ്, മൂക്ക് മണക്കാനാണ്, കാത് കേൾക്കാൻ. ഇതിന് തന്നെയാണല്ലോ നമുക്ക്. പിന്നെ എന്തിനാണ് അവിടെ എഴുതി വെച്ചത്? നല്ലത് മാത്രം കാണാനും. അങ്ങനെയാണോ സംഭവിക്കുന്നത്? അങ്ങനെയാണോ? നമ്മളെല്ലാം കാണുന്നുണ്ട് അല്ലേ? പക്ഷേ കാണേണ്ടത് മാത്രം കാണാൻ നമ്മൾ താല്പര്യപ്പെടാം. എല്ലാം കാണാൻ നമുക്ക് അവകാശമില്ല. എല്ലാം കേൾക്കാവുന്നതുമല്ല. കേൾക്കണ്ടാത്ത പലതും നമുക്ക് ചുറ്റുമുണ്ടാവും. അത് കേട്ടില്ല എന്ന് വെച്ചേക്കണം. എല്ലാം രുചിക്കാൻ പറ്റിയതുമല്ല. നാവ് രുചിക്കാനാണ്, പറയാനാണ്. എല്ലാം രുചിക്കാൻ നമുക്ക് അവകാശമില്ല. രുചിക്കേണ്ടത് മാത്രമേ രുചിക്കാൻ പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? അതുപോലെ നാവുണ്ട് തോന്നിയതെല്ലാം പറയാനാവുമോ? നമ്മളെ പല്ലും കഴിയില്ല ചിലപ്പോൾ. നമ്മൾ തോന്നിയതെല്ലാം പറഞ്ഞാൽ ഇല്ലേ, നമ്മുടെ പല്ല് കഴിഞ്ഞിരിക്കും. അപ്പൊ എല്ലാം പറയാനും നമുക്ക് അവകാശമില്ല. പറയേണ്ടത് മാത്രം പറയാം. അപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് അത് ഓർമ്മിപ്പിച്ചത്. നമുക്ക് കണ്ണെന്തിനാണ്? എന്ത് കാണാൻ? കാണേണ്ടത് മാത്രം കാണാൻ. കാതെന്തിനാണ്? എന്ത് കേൾക്കാൻ? നല്ലത് മാത്രമല്ല, കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ. ചിലപ്പം നല്ലതല്ലാത്തത് നമുക്ക് കേൾക്കേണ്ടി വരും, കേൾക്കേണ്ടതായിട്ട് വരും. അത് കേൾക്കേണ്ടതുണ്ട്, പക്ഷെ എല്ലാം കേൾക്കേണ്ടതില്ല. നാവെന്തിനാണ്? രുചിക്കാൻ. എന്ത് രുചിക്കാൻ? രുചിക്കേണ്ടത്. നല്ലതെന്ന് വിചാരിച്ചിട്ടെല്ലാം രുചിക്കാൻ പാടില്ല. രുചിക്കേണ്ടത് മാത്രം രുചിക്കാൻ. നമ്മളോടിപ്പോ ഈ പ്രായത്തിലൊക്കെ ചിലപ്പോൾ പല നാക്കിൽ വെച്ച് നോക്കാൻ, തൊട്ട് നോക്കാനൊക്കെ പറഞ്ഞ്
പല ആളുകളും നമ്മൾ വന്നുപോയിരിക്കും. അതിൽ പെട്ടുപോയാൽ നമ്മൾ പെട്ടു. ആദ്യത്തെ ഒന്ന് രുചിച്ചു നോക്കൂ. ഒരു പ്രാവശ്യം മാത്രം മതി നോക്കി പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് തലയുരാൻ പറ്റില്ല, നമ്മൾ പെട്ടുപോകും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഏത് നല്ലത് ഏത് ചീത്തയാണെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണം. അപ്പൊ നമുക്ക് നമുക്ക് പറയേണ്ടത് മാത്രം പറയാനും കാണേണ്ടത് മാത്രം കാണാനും കേൾക്കേണ്ടത് മാത്രം കേൾക്കാനും നമുക്ക് അങ്ങനെ ഒരു നിയന്ത്രണം നമ്മൾ സ്വയം ഏറ്റെടുക്കണം. അതിനാണ് അത് അവിടെ പോകുന്നത്. മനസ്സിലായോ? ഞാൻ എന്താണ് ഇവിടെ ആദ്യം വന്നിട്ട് ഉടനെ പറഞ്ഞത് എന്താണ്? വന്ന ഉടനെ ആദ്യം പറഞ്ഞത് ഗുഡ് മോർണിംഗ് ആണല്ലേ? ശരി, എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്? എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്? എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്? ഇന്നാണ് ആദ്യമായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ കേട്ടത്. അപ്പൊ എന്തിനാണ്? കുറെ കൊല്ലായി അല്ലേ? കുറെ കൊല്ലായി. എന്തിനാണ്? എന്തിനാണ്? പറഞ്ഞു ശരി. നല്ല ദിവസം ആവാൻ വേണ്ടി. നമ്മൾ പറഞ്ഞില്ലേ നല്ല ദിവസം ആവില്ലേ? ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെയാണോ? രാവിലെ ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നില്ലേ ടീച്ചർ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ്? നോക്കൂ, ഉത്തരം നമ്മളെ സാധാരണ ചിന്തയെന്ന് പറഞ്ഞാൽ മതി. ഉത്തരം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ സ്വർണ്ണക്കരിയിൽ സ്വർണ്ണമൊക്കെ കുഴിച്ചെടുക്കുന്ന പോലെ അങ്ങനെ ആഴത്തിൽ ആലോചിച്ചിട്ടൊന്നും വേണ്ട. നമ്മൾ സാധാരണ ജീവിതത്തിൽ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഏത് ചോദ്യത്തിൽ എന്തിനാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്? നല്ലൊരു ദിവസം ആശംസിക്കാൻ അങ്ങനെ പറഞ്ഞാൽ മതി. നല്ല ദിവസം ആശംസിക്കാൻ എന്തിനാണ്? സാധാരണ രീതിയിൽ ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ ആണോ? ബഹുമാനിക്കാനാണോ? ആണല്ലേ? അതെ, ബഹുമാനിക്കാനാണ് അല്ലേ? അത് വിചാരിച്ചിട്ടാണ് ഇത്രയും കാലം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ആണല്ലേ? ബഹുമാനിക്കാനാണ്. സമ്മതിച്ചു അല്ലേ? അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് വായിക്കണം. അവരെ മഹാത്മാഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അല്ലെ. അപ്പൊ APJ അബ്ദുൽ കലാമിന്റെ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറങ്ങുകൾ മനസ്സിലായില്ലേ? അഗ്നിച്ചിറങ്ങുകൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോ അങ്ങനെ മഹാത്മാഗാന്ധി ചെറുപ്പകാലത്തെ ഈ പുസ്തകങ്ങളെല്ലാം വായിക്കും. ഒരു ദിവസം കുഞ്ഞുകാലത്ത് നമ്മളിപ്പോ എന്താ പറയുക അച്ഛനും അമ്മയിലും നമ്മളെ നാടകമൊക്കെ കാണാം. ഒരു നാടകം കാണാൻ വിടുവല്ലേ? ഒരു നാടകം ഒരു സിനിമ ഒരിക്കൽ കാണാൻ വിടും. കുറേ പ്രാവശ്യം കാണാൻ ചോദിച്ചാൽ വിടും? ഇല്ലല്ല. പക്ഷേ മഹാത്മാഗാന്ധി കുഞ്ഞുകാലത്തെ ഒരു നാടകം കണ്ടു. ഏതല്ലോ? ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ ഒരു നാടകം കാണാനാണ്. പണ്ടുകാലത്തെ നാടകമായിരുന്നു. ഈ നാടകം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചു. എന്തായിരിക്കും ഒരു കാര്യം നമ്മളെ ഒരുപാട് സ്വാധീനിക്കല്? അല്ലെങ്കിൽ ഒരു പുസ്തകം എന്തായിരിക്കും നമ്മൾ അതിൽ കുറേ പ്രധാന പോയിന്റ് ഉണ്ടാവും. അതെല്ലാം നമ്മളെ സ്പർശിക്കും അല്ലേ? നമ്മളെ തൊട്ടു നടത്തും. എന്തിപ്പോൾ അതങ്ങനെ, എന്തിപ്പോൾ ഇതിങ്ങനെ അല്ല തോന്നും അല്ലേ? അങ്ങനെ ഈ ഹരിചന്ദ്ര മഹാരാജാവിൻ്റെ നാടകം കാണാനിടയിൽ അവൻ കണ്ടിട്ടാകുമ്പോൾ അയാൾ ഒരുപാട് കരഞ്ഞു. അതിൽ ഹരിചന്ദ്രൻ്റെ ഒരുപാട് കരഞ്ഞുണ്ട്. അതായത് സത്യസന്ധത. മനസ്സിലായില്ലേ? അതിപ്പോൾ കുറേ നമുക്ക് പറയാൻ സമയമില്ല, കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ഒരു ശ്രവണകുമാരൻ എന്ന് പറഞ്ഞൊരു കുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മക്കും മാതാപിതാക്കും കണ്ണു കാണില്ല. മനസ്സിലായി? രണ്ടാളും കണ്ണു കാണാൻ. അപ്പോൾ ഇവര് ഈ അച്ഛനും അമ്മേനെ ഇങ്ങനെ അറിയക്കൊണ്ട ഒരു ഭാഗത്തൊരു ത്രാസ് ത്രാസ് കടയിൽ കണ്ടു. അതുപോലെ ഇങ്ങനൊരു പഠിക്കുകയും അതായത് അങ്ങനത്തെ സമയത്ത് ഈ ഭാഗത്തൊരു കൂട്ട ഈ ഭാഗത്തൊരു കൂട്ട ഈ കൂട്ടയിലും അച്ഛനും അമ്മേനെ ഇരിക്കും. എന്നിട്ടിങ്ങനെ തോളിൽ വെച്ചിട്ട് പോകും. മനസ്സിലായാ? എന്നിട്ട് അച്ഛനും അമ്മേനെയും കൊണ്ട് തീർത്ഥാടനത്തിന് പോകുന്ന ആളായിരുന്നാല് ശ്രവണകുമാരൻ. ഈ ശ്രവണകുമാരൻ്റെ ഒരു നാടകവും അതേപോലെ ഒരു പുസ്തകം വായിക്കാനിടയും. മനസ്സിലായ? ഗാന്ധിജി അതും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായ? എന്താണ് ആ ത്യാഗത്തിന്, എന്താ ത്യാഗം ചെയ്യുന്നതിന്റെ അർത്ഥം? മനസ്സിലായ? അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. അപ്പൊ അത് ഈ ഹരിചന്ദ്രന്റെ നാടകം കണ്ടിട്ട് വന്നിട്ട് അദ്ദേഹം സ്വയം അഭിനയിക്കും. മനസ്സിലായ? ആരും കാണാതെ സ്വയം അഭിനയിച്ചു. അത് പകർത്തും ജീവിതത്തിൽ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അവരങ്ങനെയായി കുറച്ച് സമയം എന്തെങ്കിലും പഠിക്കുമ്പോൾ ബോറടിച്ചില്ല പറയല്ല. നിങ്ങൾക്ക് ബോറടിയില്ല? ബോറടിയില്ലായിരിക്കും. ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാന്നുണ്ട്, ഞങ്ങളൊന്നും ബോറടിച്ചിട്ടില്ല. മനസ്സിലായ? ഞങ്ങൾക്ക് എന്തുകൊണ്ടറിയാം ബോറടിക്കാൻ?
മാധവകൃഷ്ണ. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെള്ളരിക്കുണ്ടെന്ന് 6ാം ക്ലാസ്സിൽ വരുന്നത്. ഇവിടുത്തെ ക്ലാസ്സിന് നമ്മളെ സ്വീകരിക്കുകയും നന്നായി വെള്ളവും എല്ലാം തരികയും ചെയ്തു. നല്ല ക്ലാസ്സായിരുന്നു. നമ്മളെ ജാതീയമായ അസമത്വത്തിനെതിരെയും പിന്നെ ഈ ലോകത്തിട്ട് നമ്മളെ പോലെ തന്നെ നമ്മളെ അയൽക്കാരനെ സ്നേഹിക്കാനും എന്നെല്ലാം അവർ പറഞ്ഞു തന്നായിരുന്നു. ഞാൻ കൃപാമരിയ. ഞാൻ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നും വരുന്നു. ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് ലഭിച്ചിരിക്കുന്നു. ക്ലാസ് അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനിയും ക്ലാസ് ഇവിടെയൊക്കെ വരണം എന്ന് എനിക്ക് ആഗ്രഹമായി. സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഈ യാത്ര എനിക്ക് എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ടാണ് തോന്നിയത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് കുടുംബത്തിൽ എങ്ങനെ സമാധാനം വരുത്താം, കുടുംബത്തിൽ നിന്നല്ല സമൂഹത്തിൽ എങ്ങനെ സമാധാനം വരുത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആശ്രമത്തിൽ എത്താനും കുട്ടികൾക്ക് തീർമാഷ മനോഹരമായൊരു ക്ലാസ്, ആ ക്ലാസ് എന്ന് പറയുന്നത് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണമെന്നും ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും എല്ലാം ആ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്രയും ദിവസം ക്ലാസ്സിൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് പഠിച്ച ആ പാഠ്യവിഷയങ്ങളെക്കാൾ ഉപരിയായി അനുദിന ജീവിതത്തിൽ എങ്ങനെ ഏത് കാര്യങ്ങളെയും പ്രയാസ കാര്യങ്ങളെയും ഫേസ് ചെയ്യണമെന്നാണ് ഈ ക്ലാസ്സിലൂടെ കാണുവാൻ സാധിച്ചു. കുടുംബാന്തരീക്ഷത്തിലും അതുപോലെ സമൂഹാന്തരീക്ഷത്തിലും സ്കൂളിലും ഒക്കെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഈ ക്ലാസ്സിലൂടെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും നല്ല ഭക്ഷണം തരികയും ഞങ്ങൾക്ക് ഒരു പുതിയൊരു അന്തരീക്ഷം ഈ അനാഥാശ്രമത്തിൽ നിന്ന് കിട്ടാൻ സാധിക്കുകയും ചെയ്തതിൽ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും കൃത്യം നന്ദി അറിയിക്കുകയും ചെയ്യും. ഡിസ്കസ് ചെയ്തിട്ട് നല്ല ആൾക്കാർക്ക് മോശം ആൾക്കാർക്ക് ഏത് വ്യത്യാസം അത് എഴുതണം. മനസ്സിലായ നല്ല ആൾക്കാരും മോശം ആൾക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ. യു വാണ്ട് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ റൈറ്റ്. യു വാണ്ട് ടു റൈറ്റ് ഇൻ മലയാളം യു ക്യാൻ റൈറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ. ഓക്കെ, ആൻഡ് whichever group writes only 3 minutes. Whichever group writes maximum points, that is a victory. Okay. Difference between good people and bad people. One you plant it in your compound. Another you give it to your neighbor and tell that this is good for eyes and you should eat it. Okay. Also it is good for diabetes and blood pressure, and also it is rich in proteins. Okay. Malayalis are getting eye problem because they are not eating keelet. Name Chaya Mansa. Name is Chaya Mansa. All of you will be given two. One for yourself, one for your neighbor. You have to tell everything to your neighbor. Don't feel shy. Okay. കുന്നിന്റെ ചരിവില് ഏറ്റവും താഴെയായിട്ട് ഒരു വയസ്സായ അമ്മൂമ്മ താമസിക്കുന്നുണ്ട്. മനസ്സിലായ? മനസ്സിൽ കാണണേ ഞാൻ പറയുന്ന കഥ. കുന്നിന്റെ ഏറ്റവും മുകളില് ഒരു എഴുത്തുകാരനും ഒരു സാഹിത്യകാരനുമായ ഒരാൾ താമസിക്കുന്നുണ്ട് ഒറ്റയ്ക്ക്. അതുപോലെ കുന്നിന്റെ ചരിവില് ഏറ്റവും താഴെ ഒരു വയസ്സായ അമ്മൂമ്മ താമസിക്കുന്നുണ്ട്. മനസ്സിലായ? അപ്പൊ മറ്റേ ആടെ വേറെ വീടുകളൊന്നുമില്ല, ഒറ്റപ്പെട്ട 2 വീടുകൾ മാത്രം കുന്നിന്റെ മുകളിൽ കുന്നിന്റെ താഴെ. അപ്പൊ ഈ എഴുത്തുകാരൻ എന്നും പുറത്തേക്കെല്ലാം പോകുമ്പോ ഈ അമ്മൂമ്മയോട് പറയും, അമ്മൂമ്മ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുന്നത് എപ്പോഴും പറയും. നല്ല സൗഹൃദത്തിലായിരുന്നു, സ്നേഹത്തോടെ അമ്മൂമ്മയുടെ സാധനങ്ങൾ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കും. അപ്പൊ എപ്പോഴും ഈ പുറത്ത് പോകുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾ കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയോട് പോയിട്ട് പറഞ്ഞു, അമ്മൂമ്മയെ ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരും എന്ന് പറഞ്ഞു അമ്മൂമ്മയോട്. അപ്പോൾ അമ്മൂമ്മക്ക് ഭയങ്കര വിഷമായി. അമ്മൂമ്മ പറഞ്ഞു, അതെയോ എൻ്റെ പുറത്ത് പോകുന്നത് എത്ര ദിവസം കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഞാനിവിടെ 2 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അമ്മൂമ്മ കുറച്ച് വിഷമത്തോടെയും സങ്കടത്തോടെയും ഈ എഴുത്തുകാരനോട് പറഞ്ഞു, പിന്നെ മോൻ പോകുമ്പോൾ എന്നും ആ വരാന്തയിൽ സിറ്റൗട്ടില്ലേ എല്ലാം പറ്റേ അല്ലെ വീടിൻ്റെ സിറ്റൗട്ട്, ആ സിറ്റൗട്ടിൽ മോൻ എപ്പോഴും ഒരു വിളക്ക് കത്തിച്ച് വെക്കില്ലേ, ആ വിളക്കൊന്ന് കത്തിച്ച് വെച്ചിട്ട് വേണം മോൻ പോകാൻ തന്നു. മനസ്സിലായ? ആ വിളക്കൊന്ന് കത്തിച്ച് വെക്കണം, എന്നിട്ട് മോൻ പോയിക്കോണം. അപ്പം ഇയാൾക്ക് സങ്കടമായിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ചോദിച്ചു, അമ്മമ്മേ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അറിയില്ലേ എഴുത്തുകാരനും സാഹിത്യകാരനും. അപ്പം അമ്മമ്മ പറഞ്ഞു, മോൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ മോൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഞാൻ സന്ധ്യ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങും. അന്നേരം ഞാൻ ആ മോൻ്റെ വീട്ടിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് ആ വിളക്ക് കത്തുമ്പോൾ ആരൊക്കെയോ ഉണ്ടല്ലോ ഇവിടെ
എനിക്കൊരു സഹായത്തിന് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാലേ ആ വെളിച്ചം കാണുമ്പോൾ ഞാൻ മോൻ അവിടെ ഉണ്ടല്ലോ എനിക്കൊരു സഹായത്തിന് എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് ആ വിളക്ക് മോനൊന്ന് കത്തിച്ച് വെച്ചിട്ട് പോകണം. ഇതിനകത്ത് ഊർജം എങ്ങനെയാണ്? വൈറ്റമിൻ ഡി ഒരു രീതിയിലാണ്. പിന്നെ അതല്ലാതെ പറ്റത്തില്ല. രാവിലത്തെ വെയിലോട് വൈറ്റമിൻ ഡി കിട്ടുന്നു പറഞ്ഞു. അതല്ലാതെ മായമൊന്നും അതൊക്കെ ശരിയാണ്. എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഒരു വഴിയുണ്ട്, നിങ്ങൾ പഠിച്ച തന്നെയാണ്. എന്തായാലും 6ാം ക്ലാസ് 7ാം ക്ലാസ് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം? മായനോട് മിസ്സില്ലേ ഇപ്പൊ ഒന്ന് ആദ്യം കൈയടിച്ചേ. പ്രകാശം എന്തായി പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ അറിയാമോ? പറയണം എന്താണ് പ്രകാശം? എന്താണ് പ്രകാശം? സൂര്യനിൽ നിന്നുള്ള എനർജി സ്വീകരിക്കുന്നു, മണ്ണിൽ നിന്ന് ധാതുക്കളും വെള്ളമൊക്കെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഇലയിൽ എന്താ ചെയ്യുന്നു? എന്താണ് ഇലയിൽ ഉണ്ടാക്കുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നു. നോക്കൂ, പ്രകൃതിയിൽ ആഹാരം ഉണ്ടാക്കുന്ന ആദ്യത്തെ പ്രവർത്തനം ഇലയിലാണ് നടക്കുന്നത്, ചെടികളിലാണ് നടക്കുന്നത്. എവിടെ നിന്നാണ് ഊർജ്ജത്തെ സ്വീകരിക്കുന്നത്? സൂര്യനിൽ നിന്നാണ്. എത്ര ദൂരമാണ് ഇവിടെ നിന്ന്? എത്ര ദൂരമാണ് സൂര്യനുള്ളതെന്ന് അറിയാമോ? 150 മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. 15 കോടി കിലോമീറ്റർ അകലെ ഉള്ള സൂര്യനിന്റെ ഊർജ്ജമാണ് നമ്മുടെ ചെടികൾ സ്വീകരിക്കുകയും നമുക്ക് നെല്ലായും അരിയായും ഗോതമ്പായും ഉരുളക്കിഴങ്ങായും വഴുതനയായും വെണ്ടയ്ക്കയായും വെള്ളരിയായും കക്കിരിയായും കപ്പയായും ഒക്കെ നമ്മുടെ മുന്നിൽ രൂപം പ്രാപിച്ചത് എവിടെ നിന്നുള്ള ഊർജ്ജമാണ്? അപ്പൊ എങ്ങനെയാണ് നമുക്കത് കിട്ടുക? ഞാൻ സൈനപ്പ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ആനന്ദാശ്രമത്തിൽ വൈറ്റിൽ എന്ന് പറയുന്ന പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ആനന്ദാശ്രമം ഞങ്ങളിങ്ങോട്ട് ക്ഷണിക്കുകയുണ്ടായി. ഒരു പരിപാടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ക്ലാസ് കൈകാര്യം ചെയ്ത് ശ്രീധരൻ മാഷായിരുന്നു. മാഷ് ഞങ്ങൾ നേരത്തെ ഇതിനു മുമ്പ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കുറേ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ക്ലാസ്സിൻ്റെ ഈ സാറിൻ്റെ ക്ലാസ് ആണെങ്കിലും ഒരു ക്യാമ്പ് സെഷൻ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. നല്ല ക്ലാസ്സായിരുന്നു. ബാക്കിയുള്ളവർ പറയുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ രീതിയിൽ ക്ലാസ് എടുക്കുന്നതിന് പകരം മാഷ് സ്വന്തം അനുഭവങ്ങൾ വെച്ച് തന്നെ എങ്ങനെ നല്ല അധ്യാപകരാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു നേരത്തെ ഒരുപാട് ക്യാമ്പുകളിൽ പോയിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു ബോണ്ട് ആ ക്യാമ്പിൽ ഉണ്ടാക്കാൻ പറ്റി എനിക്ക് തോന്നുന്നു. മാഷ് നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണെന്ന് ക്ലാസ് കണ്ടിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ
ഒരു പരിപാടി ഇത്ര വമ്പിച്ച് വിജയമാക്കിയത് കോളേജിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ തന്നെ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എത്താൻ പറ്റി, അടുത്തായതുകൊണ്ട് എത്താൻ പറ്റി. പിന്നെ കോളേജ് മാത്രമല്ല, ഇവിടെയുള്ള അന്തേവാസികൾ അല്ലെങ്കിൽ അധികൃതർ നമ്മൾ നല്ല രീതിയിലാണ് സ്വീകരിച്ചത്. എന്തായാലും ഇങ്ങനൊരു പരിപാടി ഞങ്ങൾക്ക് തന്നതിന് എല്ലാവരോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും ഇങ്ങനെയുള്ള പരിപാടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഞാൻ കാവ്യ കണ്ണൻ. വൈറ്റലിൻ്റെ ഭാഗമായിട്ട് വാല്യൂ ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ശ്രീധരൻ സാറിൻ്റെ ഒരു നല്ല ക്ലാസ്സായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ക്ലാസ് മുറിക്ക് അപ്പുറത്തേക്ക് ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണമെന്നും തൻ്റെ കുട്ടികളെ എങ്ങനെ കാണണമെന്നും കളിയിലൂടെയും തമാശയിലൂടെയും, അതായത് ദൈനംദിന ജീവിതത്തിലെ ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. നല്ലൊരു ക്ലാസ്സായിരുന്നു. അതായത് ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണമെന്നും തൻ്റെ കുട്ടികളെ എങ്ങനെ നല്ലൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായി എങ്ങനെ പെരുമാറണമെന്നും ഈ ഒരു ക്ലാസ് വഴി സാധിച്ചു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ഇൻ്ററാക്ഷൻ സെഷൻ ഒരു ക്ലാസ്സിനപ്പുറം ഒരു ഇൻ്ററാക്ഷൻ സെഷനിലൂടെയായിരുന്നു സാർ ക്ലാസ് കൈകാര്യം ചെയ്തത്. നല്ലൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. അതായത് നമ്മളൊരു സമൂഹത്തിൽ സമൂഹത്തോട് കുറച്ചും കൂടി ആത്മാർത്ഥതയോടുകൂടിയും ഒരു ഉത്തരവാദിത്വമുള്ളവനായി മാറാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് സാധിച്ചു. എന്നിലുള്ളിൽ ഉറങ്ങിക്കിടന്ന പല ആശയങ്ങളും പുറത്തെടുക്കുവാനും ഈ ക്ലാസ് കൊണ്ട് സാധിച്ചു. നല്ലൊരു ക്ലാസ്സായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറയുന്നത് ശ്രീധരൻ മാഷ് ക്ലാസ്സായിരുന്നു. നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നാളെ അധ്യാപക മേഖലയിലേക്ക് അധ്യാപകരാകാൻ പോകുന്നവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്നെ മാഷിന് തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻട്രൻസിങ് സെക്ഷനായിരുന്നു മാഷിൻ്റെത്. കൂടാതെ തന്നെ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഒരു മനുഷ്യത്വമുള്ളവനായിരിക്കണം, ആരെ കണ്ടാലാണ്, അതുപോലെ തന്നെ നമുക്കൊന്ന് പ്രതികരിക്കണമെങ്കിൽ നമ്മളെ സ്ത്രീകളായതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ മാഷ് നല്ല ക്ലാസ്സായിരുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് മേഖലയിലേക്ക് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികളുമായി ഇടപെടുമ്പോഴും അവർ സ്വന്തം മക്കളാണ്, ഈ ലോകത്തിലുള്ളവരാണെങ്കിലും ഒരു ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും സ്വന്തം മക്കളെ പോലെ കരുതി അവരെ സ്നേഹിക്കണം, അവരെ കൈകാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടാതെ തന്നെ മനുഷ്യത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ മാഷിക്ക് നന്നായി പറഞ്ഞു തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിലേക്ക് നല്ലൊരു അറിവ് പകരാൻ വേണ്ടി മാഷിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ബോറടിക്കാത്ത രീതിയിൽ നല്ലൊരു ക്ലാസ് തന്നെ മാഷിന് തരാൻ സാധിച്ചിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അലീന. ഞാൻ സേന മെമ്മോറിയൽ BEd കോളേജിലെ ഫിസിക്കൽ സയൻസിൻ്റെ ടീച്ചറാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ ഞങ്ങൾ കുട്ടികളുമായിട്ട് ഇവിടെയുണ്ട്. വൈറ്റലിൻ്റെ ഭാഗമായിട്ട് ശ്രീധരന്മാരുടെ ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു കുട്ടികൾക്കത്. കാരണം മൂല്യശോഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മൂല്യത്തിന് ടീച്ചിങ്ങിലുള്ള പ്രാധാന്യം എന്താണ്, ടീച്ചിങ് ലേണിങ്ങിലുള്ള പ്രാധാന്യം എന്താണ്, അത് കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അധ്യാപക വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവർക്ക് അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആനന്ദാശ്രമത്തിനും വൈറ്റലിനും അതുപോലെ ശ്രീധരൻ സാറിനും ഞങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സ്മിത, സൈന മെമ്മോറിയൽ BEd സെൻറ്ററിലെ നാച്ചുറൽ സയൻസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ കുറച്ച് കുട്ടികളുമായിട്ട് ഇന്നിവിടെ ആനന്ദാശ്രമത്തിൽ വൈറ്റൽ വാല്യൂ ഇൻ്റഗ്രേറ്റഡ് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്സാണ് നമുക്ക് കിട്ടിയത്. വളരെ ഉപകാരപ്രദമായൊരു സെഷൻ തന്നെയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികൾക്ക് എങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിലൂടെ അവരുടെ വാല്യൂ, നമ്മുടെ ജീവിതത്തിലുടനീളം പാലിക്കേണ്ട വാല്യൂ എങ്ങനെയാണ് കുട്ടികളിലേക്ക് പകർന്ന് എത്തിക്കേണ്ടത്, ആക്ടിവിറ്റിയിലൂടെയും കളികളിലൂടെയും എങ്ങനെയാണ് രസകരമായി എത്തിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് തന്നെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാസ്സായിരുന്നു. നല്ല രീതിയിൽ തന്നെ സാർ ഇത് അവതരിപ്പിച്ചിട്ട് തന്നിട്ടുണ്ട്. ആതിര, നമ്മൾ സൈന മെമ്മോറിയൽ BEd സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ പല ക്ലാസ്സുകളും നമുക്കെല്ലാം ക്യാമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആശ്രമ പരിസരത്ത് വരുന്ന ഒരു ക്യാമ്പ് ആദ്യമായിട്ടാണ്. അപ്പം ആനന്ദാശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വൈറ്റൽ ക്യാമ്പ് സെഷൻ നല്ലതായിരുന്നു. അപ്പോൾ ശ്രീധരൻ സാർ നല്ല രീതിയിൽ അവരുടെ ജീവിതാനുഭവങ്ങളോടൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പോൾ നല്ലൊരു ക്യാമ്പായിരുന്നു. പിന്നെ നമ്മളെ സ്വീകരിച്ച ആ രീതിയും നമ്മളെ ഒരു പരിചരണമൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു ക്യാമ്പായിരുന്നു ഉണ്ടായത്. താങ്ക് യു.
എന്താണ് ഇരിക്കുന്നത്? വേണമെങ്കിൽ വെയിറ്റ് ഞാൻ മാറ്റി തരാം. ഞാൻ പറയാം കിട്ടാത്തവരാണ് നിന്നാൽ ഒട്ടും ബേജാറാക്കണ്ട. കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എത്ര പേരെ കിട്ടാതില്ലോ അല്ലേ? കിട്ടിയത് തന്നെയാണോ നോക്കുക കേട്ടോ. അടിതെറ്റിയാൽ ആനയും വീഴും, അധികമായാൽ അമൃതവും വിഷം, അമ്മയ്ക്ക് പ്രാണവേദനമായിട്ട് വീണമായന, അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്, അരി എത്ര പയറഞ്ഞാഴി, അച്ചിക്ക് ഇഞ്ചി പക്ഷം നായർക്ക് കൊഞ്ചുപക്ഷം, അടിയിരിക്കുന്നിടത്ത് ചെകിട് കാണിക്കരുത്, അടുക്കള രഹസ്യം അങ്ങ് അടക്കി വെക്കണം, അണ്ണാൻ കുഞ്ഞും തന്നാലായത്, അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മുറക്കുമോ, അംഗവും കാണാൻ താളിയും എടുക്കാം, അളമുട്ടിയാൽ ചേരയും കടിക്കും, ആന കൊടുത്താൽ വാശ കൊടുക്കരുത്, ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ, ഇരിക്കു മുമ്പേ കാൽ നീട്ടരുത്, ആടറിയുമോ അങ്ങാടി പാണിപ്പം, ഇരിക്കുന്ന കുമ്പ് മുറിക്കരുത്, എഴുതാപ്പുറം വായിക്കരുത്, ഉരുവയുണ്ടെങ്കിൽ ഉറക്കമേൽ കിടക്കാം, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ വള്ളം. വെള്ളമായി പോയിട്ടുണ്ടാവും. അതാണ്. അപ്പൊ തലയ്ക്ക് മീതെ വള്ളം കിട്ടിയത് ആർക്കാണ്? പിന്നെ നിന്നെവിടെ കിട്ടാത്ത? തന്നെത്താൻ അറിയാഞ്ഞാൽ പിന്നെത്താൻ അറിയും, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരില് പഞ്ഞം, ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴക്കും ശിഷ്യന്. എന്താ കിട്ടി? നോക്കാം. ഉണ്ടവൻ അറിയില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം, ഒന്നേ ഉള്ളവരെങ്കിലും ഉടക്ക കൊണ്ടടിക്കണം, കാടിയായാലും മൂടി കുടിക്കണം. നിങ്ങൾ തന്നെ കിണറ്റിൽ മുങ്ങിയാൽ കുളത്തിൽ പൊങ്ങുക, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങരുത്, അരിമണി ഒന്നും കൊടുക്കാനില്ല തരം കരിമലയിട്ട് കളിക്കാൻ. അങ്ങാടിപ്പാട്ട് 51 പിഴക്കും ശിക്ഷയും. ഏതോ ശിഷ്യന് പിഴച്ചുകൊണ്ട് അത് ഇവിടെ ഇരുന്നോളൂ. അവിടെ തന്നെ 55 പേരുണ്ട്. ഒരാള് ടീച്ചറൊന്ന് ഷെയർ ചെയ്തോളൂ. കിട്ടിയില്ല, അത് പിടിച്ചു. 51 പേര് കുഴപ്പമില്ല. ഒറ്റ കൈയുള്ളൂ. ബാക്കി 55 പേര് 54 പേരെ കിട്ടിയ ഒരാൾക്ക് ജോലിയില്ല. കുഴപ്പമില്ല, പിന്നെ ജോലിയായില്ലേ. അടുത്തവരോടൊന്നും കുറച്ച് 1 മിനിറ്റ് സംസാരിച്ചോളൂ. ഇനി ഇരുത്തൽ എല്ലാവർക്കും അതിന്റെ ഏതാണ്ട് ഒരു അർത്ഥം പിടികിട്ടിയല്ലോ അല്ലേ? പിന്നെ ഇനി നമുക്ക് എല്ലാവരും ജോഡിയായിട്ട് എഴുന്നേറ്റ് നിൽക്കണം. ഉള്ളിലത്തെ ഒരു റൗണ്ടും പുറമെ ഒരു റൗണ്ടും, അങ്ങനെ. അപ്പൊ രണ്ട് വൃത്തമായി നിൽക്കും. ശരിയാണോ? അവരവർ ജോഡി ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുക, അകത്തും പുറത്തുമായിട്ട്. അപ്പൊ രണ്ട് ക്ഷമിക്കണം, കുറച്ച് എണീക്കൊക്കെ വേണം.
മനസ്സിലായോ? ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുക. അടുത്തേക്കണം. അപ്പോൾ ഒരു അകത്ത് ഒരു റൗണ്ടും പുറത്തൊരു റൗണ്ടും പോയി. ആയോ? റെഡിയായോ? 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 സാറിന് ചേർന്ന് ഇനി കേക്കണേ. ഹലോ, ഇനി അത് വെച്ചോളൂ. ഇപ്പൊ ഇതിന്റെ ഏർപ്പാട് കഴിഞ്ഞോളൂ. പിന്നെ നമ്മുടെ നിങ്ങളൊന്ന് ഷഫിൾ ചെയ്യാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഇനി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഉത്തരം പരസ്പരം പറയേണ്ടതാണ്. 30 സെക്കൻഡിൽ ഓരോന്നിനും ഉത്തരം പറയണം. 30 സെക്കൻഡിൽ. പിന്നെ അടുത്ത ചോദ്യത്തിനായി കാത്തു നിൽക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഒട്ടും വേണ്ട. PSC ചോദ്യങ്ങളോ KS ചോദ്യങ്ങളോ ഒന്നുമില്ല. സാധാരണ സിമ്പിൾ ആയിട്ട് നമ്മളെ ലൈഫിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതിന് 30 സെക്കൻഡ് ഒന്നും വേണ്ട, 5-10 സെക്കൻഡ് ഒക്കെ മതി. പക്ഷെ ചിലതിന് കുറച്ച് അധികം വേണ്ടി വരും. എന്നാൽ ആവറേജ് ഒരു 30 സെക്കൻഡ് തരണം. പക്ഷെ അടുത്ത ചോദ്യം അത് കഴിഞ്ഞാൽ ഒരു അപ്പുറത്തുള്ള ആള് ലെഫ്റ്റിലേക്ക് ഇപ്പുറത്തുള്ള ആൾ റൈറ്റിലേക്ക് മാറും. ഓക്കെ, നിങ്ങളിങ്ങനെ അപ്പോ പുതിയൊരു ജോഡിയെ കിട്ടും. അടുത്ത ചോദ്യം ആ പുതിയ ജോഡിയോടാണ് ഉത്തരം പറയേണ്ടത്. രണ്ടുപേരും ഉത്തരം പറയും. റെഡിയാണല്ലോ? റെഡിയായോ? നമ്മൾ റൂൾസ് മനസ്സിലായല്ലോ? മനസ്സിലാകാത്ത ആരുമില്ലല്ലോ? ശരി. ചിലതിന് 30 സെക്കൻഡ് ഒന്നും വേണ്ട കേട്ടോ. 2 സെക്കൻഡിലേക്ക് ഉത്തരം തീരുന്നു. അപ്പോൾ അടുത്ത ചോദ്യത്തിനൊന്നും സൈലന്റ് ആയിരിക്കില്ല. കാരണം ശബ്ദം കുറച്ച് കുറവാണ്, മൈക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉത്തരം പരസ്പരം പറയണം. മനസ്സിലായോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലാത്തവരാണ് ഇനി ടീച്ചറാവാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ് ചോദ്യം ഞാൻ ചോദിച്ചോളൂ. ഉത്തരം മാത്രം നിങ്ങൾ പരസ്പരം പറഞ്ഞാൽ മതി. ഓക്കെ, ചോദ്യമൊക്കെ ഞാൻ തരും. അപ്പോൾ ഉത്തരം പറഞ്ഞ അടുത്ത ചോദ്യത്തിന് ഒന്ന് സൈലന്റ് ആയി നിൽക്കുക. അഥവാ ഇപ്പൊ സംസാരിച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മിനിറ്റ് വേണം സംസാരിക്കാൻ. സംസാരിച്ചില്ലെങ്കിൽ ഇപ്പൊ ബോധം കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സംസാരിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡിയാണോ? ചോദ്യം നമ്പർ 1 വരാൻ പോകുന്നു. ചോദ്യങ്ങളിലൂടെ ഒരു ആന്തരികയാണ്. നിങ്ങളുടെ പേര് മാറിക്കൊണ്ട് ഒരാൾ ലെഫ്റ്റിലേക്ക്, ഒരാൾ റൈറ്റിലേക്ക്. അകത്തുള്ള ആൾ റൈറ്റിലേക്ക് മാറുക, പുറത്തുള്ള ആൾ ലെഫ്റ്റിലേക്ക് മാറുക. ഉറപ്പൊന്നും വേണ്ട. റെഡിയായോ? മതി. ജെല്ലി എത്രയും മതി. ഇല്ല, ഇങ്ങനെ നോക്കിയാലേ ഇങ്ങനെ സ്വന്തം ഇങ്ങനെ നോക്കിക്കൊണ്ടില്ല. എല്ലാം റെഡി ആയില്ലേ? വായിക്കണം. മൂന്നാണ് തീരുമാനം. വായിക്കണം. വേണമെന്നോ വേണ്ടാന്നോ? എല്ലാവരും ഏകകണ്ഠമായിട്ടാണ്. അഭിനന്ദനം ചെയ്യേണ്ടി റോക്കറ്റ് ആക്കി കൊടുക്കും. സാറ്
ഫസ്റ്റ് ഫോൾഡ് ആയോ? സെക്കൻഡ് ഫോൾഡ് അതിന്റെ പകുതി വെച്ചിട്ട് ഇങ്ങനെ ഉടക്കി കൊടുക്കും. ഇതെങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. റോക്കറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, തേർഡ് ഫോൾഡ് ഇങ്ങനെ ഉടക്കി കൊടുക്കും. മറ്റേ പകുതി ഇങ്ങനെ. ഫോർത്ത് തിരിച്ച് പുറകിലേക്ക് മടക്കിക്കോളും ഇങ്ങനെ. മടക്കിയാ ഫിഫ്ത്ത് ഇതിന്റെ പകുതി വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ചോളൂ. പിള്ളേർക്ക് കാണിച്ചു കൊടുക്കണം റോക്കറ്റ് ഉണ്ടാക്കാനൊക്കെ. ഓക്കെ, ഇതാ ലാസ്റ്റ് ഇതും കൂടി രണ്ടുമായി, റോക്കറ്റുമായി വേണം വിമാനം. ആയില്ലേ? റെഡിയാണല്ലോ. റോക്കറ്റായോ? എല്ലാവർക്കും ആയോ? ആയില്ലേ? തിരിച്ചു കൊടുക്കും, തിരിച്ചു കൊടുക്കും. ബാക്കിലേക്ക് നേരെ പകുതി ഇവിടെ പണി ആയോ? ആയോ? പറപ്പിക്കട്ടെ വേണമെന്നല്ലേ? ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. 0 പറയുമ്പോൾ എല്ലാവരും പറപ്പിക്കണം. ഓക്കെ, Number 5, 4, 3, 2, 1, 0. പുറത്തേക്ക് പോയോ? ഓരോന്നെടുത്തോളൂ. നിങ്ങളുടെ ആർക്കും കാണിക്കാൻ കേട്ടാൽ ആർക്കും കാണിക്കാൻ പാടില്ല. ഇനി ആർക്കാ കിട്ടാത്ത? ഇതാ കിട്ടിയോ? അല്ല, അവിടെ കൊടുക്കാം. ഇനി ആർക്കും രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടോ? ആരും പറയുന്നത് മറ്റാർക്കും കാണിക്കണം. ആരും പറയുന്നത് മറ്റാർക്കും കാണിക്കും. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? നമുക്ക് ആരും കാണിക്കരുത് കേട്ടോ, പ്ലീസ്. ശരി, പിന്നെ ഒന്നും കൂടി ആരും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. മറ്റാർക്ക് കാണിക്കരുതേ. ഓക്കെ, ഞാനിരിക്കില്ലല്ലോ. ഇതിന് ആരോ പറ്റിക്കുന്നത് ആർക്കും കാണിക്കാൻ കേട്ടോ. നിങ്ങൾ വായിച്ചതിൽ നിന്ന് ആരുടേതാണെന്ന് മനസ്സിലായ നിങ്ങളുടെ ഇപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായ ആരുടേതാണെന്ന്? മനസ്സിലായില്ല ആർക്കും? എത്ര കാലമായി, എത്ര മാസമായി ഒന്നിക്ക് പഠിക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾ പരസ്പരം അറിയാമോന്നായിരുന്നു. അറിയും. എത്രയാണ് അറിവിന്റെ പരിമിതി? എവിടെയാണ്? പേരേ അറിയുള്ളൂ. ഒരു വർഷം ഒന്നിച്ചിരുന്നിട്ടും നമുക്ക് പേര് മാത്രമേ അറിയുള്ളൂ. പേരില്ലെങ്കിൽ അതിനപ്പുറം അറിയില്ല. അതെ, അത് പ്രാക്ടീസിന് വന്നവരാണോ? എന്നിട്ട് ഓപ്ഷൻ വൈസ് എന്തായാലും ഒരു സ്കൂളില് ഞാൻ സൈനപ്പിൽ വന്നിട്ടുണ്ട്. അതിന്റെ വലിപ്പം എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഒരുപടി പ്രാവശ്യം വന്നതാണ്. അവിടെ 2 വർഷം ഇരുന്നിട്ട് 55 പേരിൽ ഒരാൾക്കെങ്കിലും മറ്റൊരാളെ ബാക്കി
ക്ഷേമാന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് അയാളെപ്പോഴും പുറത്തു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഈ സാഹിത്യകാരൻ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഈ അമ്മൂമ്മേൻ്റെ അടുത്ത് താഴ്പോയിട്ട് അമ്മൂമ്മ ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞേ വരും, ഞാനിങ്ങനെ പുറത്തു പോകുന്നു. അപ്പോൾ അമ്മൂമ്മ സങ്കടത്തോടെ സാഹിത്യകാരനോട് അദ്ദേഹത്തോട് പറഞ്ഞു, അവനെ 2 ദിവസം കഴിഞ്ഞേ പറ്റുമെങ്കിൽ അവൻ എപ്പോഴും ആ മോൻ്റെ വീടിൻ്റെ മുമ്പൊക്കെ, അതായത് പുറത്തുനിന്ന് സിറ്റൗട്ടുണ്ടല്ലോ, സിറ്റൗട്ടിൽ അവൻ എപ്പോഴും ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്നില്ലേ, ആ വിളക്ക് കത്തിച്ച് വെച്ച് പോയിക്കോട്ടാം. 2 ദിവസം കഴിഞ്ഞാലേ വരും, ആ വിളക്കൊന്നും ഇയാളെ വിചാരിച്ച് സാഹിത്യകാരൻ അയാള് ആ വിളക്ക് കത്തിച്ച് അദ്ദേഹത്തിന് വിളിച്ച് അദ്ദേഹം പോകും. അപ്പൊ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മേ എന്തിനാണ് ആ വിളക്ക് കത്തിക്കുന്നത്? അപ്പൊ അമ്മൂമ്മ പറഞ്ഞു, മോനെ ഞാൻ എന്നും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഞാൻ വൈകുന്നേരം സായാഹ്നങ്ങളിൽ ഞാൻ ഈ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്നും ആ മരമുകളിലേക്ക് നോക്കാറുണ്ട്. അപ്പോൾ മോൻ ആ കത്തിച്ച് വെച്ച വിളക്ക് കാണുന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഉള്ളിൽ. കാരണം എനിക്ക് ആരൊക്കെയോ ഉണ്ട്, എനിക്ക് എനിക്കൊരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ വിളിക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാതെ ഒരു നല്ലൊരു ശക്തി കിട്ടും എന്ന് പറഞ്ഞു. അമ്മൂമ്മയായതുകൊണ്ടാണ് പോസിറ്റീവ് പെട്ടെന്ന് പറയുമ്പോൾ പോസിറ്റീവ് അമ്മൂമ്മയല്ലേ. എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി കിട്ടും അതെ ആ ഒരു വിളക്ക് കാണുന്ന സമയത്ത്. അതുകൊണ്ട് ആ വിളക്ക് തെറിച്ചു. അപ്പോൾ ആണ് മനസ്സിലായത് എന്താണ് അമ്മൂമ്മ ഉദ്ദേശിച്ചതെന്നും അമ്മൂമ്മക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയത്. അതായത് ആ അമ്മൂമ്മ കത്തിച്ച് വിളക്ക് പോലെ നിങ്ങൾ നാളെ ഒരു അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ വിദ്യകൾ പറഞ്ഞു കൊടുക്കണം, ഏറ്റവും നല്ലൊരു അധ്യാപകനായിട്ട് മാറാനും, അതുപോലെ ആ ഒരു കത്തുന്ന ദീപം ഏറ്റവും നല്ലൊരു ദീപമായിട്ട് ഏറ്റവും നല്ല ശക്തിയോടെ, പ്രകാശത്തോടെ, നന്മയോടെ, നല്ല എന്താ പറയുക, കുട്ടികൾക്ക് എന്ത് നിങ്ങൾക്ക് നൽകാൻ പറ്റും. വെറും ഒരു അധ്യാപകനായിട്ട് നമ്മൾ ശമ്പളം വാങ്ങി ആ ശമ്പളം മാത്രം എനിക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ, എനിക്ക് 1-ാം തീയതി ശമ്പളം കിട്ടും അല്ലേ? അതല്ല, മാതൃകാ അധ്യാപകരായിട്ട് എന്ത് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആ രീതിയിലുള്ള ഒരു അധ്യാപകനെ, നന്മയുടെ, പ്രകാശത്തിൻ്റെ, അതായത് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ നല്ലൊരു അധ്യാപകരായിട്ട് എല്ലാവരും മാറട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും ഭാവിയിൽ നല്ലൊരു അധ്യാപകരും അധ്യാപിക്കുന്നവരായിട്ട് മാറട്ടെ. അതുപോലെ എത്തിയില്ല നമ്മളെ ക്ലാസ്സിലെടുക്കുന്ന അധ്യാപകൻ ഇപ്പോണ്ടിരിക്കുന്ന എത്ര വെള്ളം കുടിക്കുന്നില്ല, വെള്ളം കുടിക്കാൻ നോക്കാം. അപ്പൊ ഒരു കുഞ്ഞു കഥയും കൂടെ കേൾക്കാം. എല്ലാവരും കുട്ടികളാവണേ. ഇപ്പോഴാരും ഇവിടെ അധ്യാപകരല്ല. ഞാൻ നിങ്ങൾക്ക് കഥ പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഒരു 4 വയസ്സ്